ഞാനും ബംഗാളിൻ്റെ പുത്രിയാണ്. വങ്കനാടിൻ്റെ പുത്രിയായിട്ടുള്ള എന്നെ എന്തിനാണ് അപമാനിച്ചത്? ഞാൻ രാഷ്ട്രപതിയല്ലേ? ചോദിക്കുന്നത് ചെറിയ ആളല്ല. നിങ്ങളൊരു മന്ത്രിയെങ്കിലും അയച്ചോ? നിങ്ങൾക്ക് വരാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈഗോയുണ്ട്, കോംപ്ലക്സ് ഉണ്ട്, മോദിയോട് എതിർപ്പുണ്ട്. പക്ഷേ നിങ്ങളൊരു മന്ത്രിയെങ്കിലും അങ്ങോട്ട് അയച്ചോ? ഇത് ചോദിക്കുന്നത് ഞാനല്ല. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പ്രസിഡൻ്റായിരിക്കുന്ന മുർമുവാണ് ചോദിച്ചിരിക്കുന്നത്. ദ്രൗപദി മുർമുവാണ് ചോദിച്ചിരിക്കുന്നത്. അവർ വളരെ വേദനയോട് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഞാൻ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ ഞാൻ ഏതെങ്കിലും സമ്പന്ന ബ്രാഹ്മണ വിഭാഗത്തിലോ ബംഗാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖോപാധ്യായ, ചതോപാധ്യായ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവിടുത്തെ ആരാണോ അവിടുത്തെ ഉയർന്ന ജാതി, അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ ഓടി വരുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. മമതാ ബാനർജിക്ക് ഗുരുത്വമില്ല. അവരുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ഗൂണ്ടായുസവും തമ്മിലടിയും ബഹളവുമൊക്കെ നടത്തി CPM-നുണ്ടായ ഒരു ഗതികേടിൽ നിന്ന് അവർക്കൊരു അവസരം കിട്ടി എന്ന് സിംഗൂറിലെ ടാറ്റ കമ്പനിയുമായി ബന്ധപ്പെടുത്തി ബുദ്ധദേവ് ഭട്ടാചാര്യക്കെതിരെ വലിയ ആക്ഷേപം നടന്നപ്പോൾ അവിടെ നടന്ന വലിയ സമരത്തെ ഇളക്കിവിട്ട് കോൺഗ്രസ്സുകാരും BJP-ക്കാരും എല്ലാവരും കൂടി ഇളക്കിവിട്ട ഒരു സമരത്തിൽ അടുത്ത നായിക ആര് എന്ന്, അടുത്ത ബിംബം ആരെന്നവർ അന്വേഷിച്ചപ്പോൾ ഉയർന്നു വന്ന ബിംബമാണ് മമതാ ബാനർജി. അത് പറയുമ്പോൾ മറ്റൊരു ചെറിയൊരു വിഷയം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കോൺഗ്രസ് നന്നായി ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നല്ല കാലം ഭരണമുണ്ടായിരുന്ന ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കർ റേയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ വന്ന അപഖ്യാതികളും അഴിമതിയും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ബംഗാൾ ക്ഷാമവും, അത് വളരെ പ്രധാനമാണ്. ബംഗാളിലുണ്ടായ ക്ഷാമവും 70കളിലുണ്ടായ ക്ഷാമത്തിൻ്റെയൊക്കെ ഫലമായി ബംഗാൾ അങ്ങ് കഷ്ടപ്പെടുകയും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാംസ്കാരിക സംസ്ഥാനമായിരുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും അതുപോലെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള വന്ദേ മാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും ഒക്കെ വലിയ ഒരു ബംഗാൾ എന്ന് പറഞ്ഞാൽ, വങ്കനാടെന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ ഈ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വലിയ നല്ല നിലയിൽ വന്ന ആ ദിവസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വിദേശ രാജ്യത്ത് പോയി പഠിച്ചിട്ട് വന്ന രാജകുമാരനെ പോലെയുള്ള കുടുംബ അംഗമായിരുന്ന വലിയ സമുദായത്തിൽപ്പെട്ട, അവിടുത്തെ പ്രധാന കുടുംബത്തിൽപ്പെട്ട ജ്യോതി ബസു ഇറങ്ങിയപ്പോൾ, ജ്യോതി ബസു സോഷ്യലിസം പറഞ്ഞപ്പോൾ അവിടുത്തെ ജനത അറിയാതെ വിശ്വസിച്ചു. അങ്ങനെ 30-35 വർഷക്കാലമാണ് ബംഗാൾ ജനത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യാതൊരുവിധ കോംപ്രമൈസുമില്ലാതെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പക്ഷേ 35ാമത്തെ വർഷമാകുമ്പോൾ ഒരാളെയും സാക്ഷരരാക്കിയില്ല, അവിടെ ഒരാൾക്കും ഭൂമി കൊടുത്തില്ല, അവിടെ ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാക്കിയില്ല. എല്ലാം പാർട്ടി ഓഫീസുകളിലും പാർട്ടി സംവിധാനങ്ങളിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും എല്ലാം തീരുമാനിക്കുന്ന നിലയിൽ വളരെ ദുരന്തവുമാക്കി വെച്ചപ്പോഴാണ് സിംഗൂരിൽ ടാറ്റയുടെ ഫാക്ടറി വരികയും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അവിടെ നിന്ന് ടാറ്റയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൽ കാർഷിക മേഖലയിൽ അതീവ ഗുരുതരമായ ദുരിതങ്ങളുള്ളപ്പോഴാണ് പെട്ടെന്നൊരു വ്യാവസായിക സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ബുദ്ധദേവ് ഭട്ടാചാര്യ കൊണ്ടുവരികയും അതിൽ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തത്. ആ പ്രതിസന്ധിയുടെ കേടിൽ നിന്നാണ് അടുത്ത ബിംബം ഇറങ്ങി വന്നത് മമതാ ബാനർജി. ഞാനതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. ഈ പഴയ ഫ്ലാഷ് ബാക്ക് കഥ പറഞ്ഞത് സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കഷ്ടപ്പാടിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ജ്യോതി ബസു ഉയർന്നു വന്നതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ദുർഭരണത്തിനെതിരെ ഉയർന്നു വന്നതാണ് മമതാ ബാനർജി. ഇന്ത്യക്ക് പ്രതീക്ഷയായി ഉണർന്നു വന്ന ദീദി, ഇന്ത്യയുടെ ദീദി, മമതാ ദീദി. പക്ഷേ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ മമതാ ബാനർജി എന്ന് പേരിടാം. അവർ ഗവർണറുമായി വഴക്കുണ്ടായി, ആനന്ദബോസുമായി, ആദ്യം സൗഹൃദമായി, പ്രണയമായി, പിന്നെ തർക്കമായി, വഴക്കായി, വീണ്ടും അവർ ഒന്നിച്ചു. പക്ഷേ ഒന്നിച്ചപ്പോൾ ആനന്ദബോസ് BJPക്ക് കണ്ണിലെ കരടായി ആനന്ദബോസിനെ അവിടെ നിന്ന് പിൻവലിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചു. പിൻവലിക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. എന്തായാലും മമതാ ബാനർജി ചെയ്തിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, നൈതികതയ്ക്കെതിരാണ്, ധാർമ്മികതയ്ക്കെതിരാണ്. നമുക്കിഷ്ടമില്ലാത്ത ആളുകളും ഇന്ത്യയിൽ പ്രസിഡൻ്റാകും. KR നാരായണൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ KR നാരായണൻ. ആരും അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. റാം ഗോവിന്ദ് ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള, പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ദ്രൗപദി മുർമു. നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടല്ല ഭാരതത്തിൽ ആളുകളെ അംഗീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രസിഡൻറ്റിനെ അവഹേളിച്ചതിന് മമതാ ബാനർജി
കടുത്ത ശിക്ഷയാണ് അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ പൊതുമാപ്പ് പറയേണ്ടതാണ്. ഒരു കാരണവശാലും സാഹചര്യം അതിനനുവദിച്ചു കൊടുക്കേണ്ടതല്ല. പക്ഷേ നിർഭാഗ്യവശാൽ മമതാ ബാനർജി ബംഗാൾ ദീദി എന്ന പേരിൽ നിന്ന് ബംഗാൾ ദാതയായി, ഒരു സാധാരണ നാലാംകിട ദാതയായി മാറുകയാണെന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാവുന്നതല്ല. ബംഗാളിലെ രാഷ്ട്രീയം BJPക്ക് കൂടുതൽ അനുകൂലമാക്കുവാനും അനുഗുണമാക്കുവാനും മാത്രമേ ഇത് സഹായകമാകുകയുള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റിനെ അവഹേളിച്ചപ്പോൾ സാധാരണ പ്രസിഡന്റുമാർ ഇതിനകത്ത് പ്രതികരിക്കാത്തതാണ്. പക്ഷേ അവർക്ക് വല്ലാതെ വിഷമമുണ്ടായി. അവർ പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നന്നായി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ മാനം വളരെ വലുതായി മാറി. തീർച്ചയായും എക്സിൽ നരേന്ദ്രമോദി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. രാജ്യത്താകമാനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രതിഷേധം വരുന്നുണ്ട്. കേരളത്തിൽ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. കേരളത്തിലെ വിഷയം മറ്റ് നാട്ടുകളിലെ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ്. അല്ലാതെ അപ്പുറത്തെ നമ്മുടെ 26 പേരെ, ഹിന്ദുക്കൾ 26 പേരെ പഹൽഗാമിൽ കൊന്നതോ, മുസ്ലിങ്ങളെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ കൊല്ലുന്നോ ഒന്നും നമുക്ക് വാർത്തയല്ല. നമുക്ക് വളരെ കിലോമീറ്ററുകൾ, 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന വാർത്തകളിലാണ് നമുക്ക് ആവേശവും ഉത്സാഹവും ഉള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ എന്താ, അധിക്ഷേപിച്ചാൽ എന്താ? ഭരണഘടനാപരമായി ഇന്ത്യയിലെ പ്രഥമ പൗരനാണ്, ഇപ്പോൾ പ്രഥമ പൗരയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റ്. അവരെ അപമാനിക്കുന്നത്, അതും ഒരു വനിതയായ പ്രസിഡൻറ്റിനെ ഈ വനിതാ ദിനത്തിൻ്റെ തലേ ദിവസം, ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനമാണ്, വനിതാ ദിനത്തിൻ്റെ തലേ ദിവസം മറ്റൊരു വനിത മമതാ ബാനർജി ആക്ഷേപിച്ചു എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗൗരവം വീണ്ടും ഇരട്ടിയാക്കുന്നു. ഒരു കാരണവശാലും മമത അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ അപമതിപ്പിച്ചുകൊണ്ട് ആരായിരുന്നാലും, അവിടെ ഇരിക്കുന്നത് ആരായിരുന്നാലും, ഇനി ഏത് പാർട്ടിയുടെ ആളായിരുന്നാലും, നമുക്കിഷ്ടമുള്ള ആളായാലും ഇഷ്ടമില്ലാത്ത ആളായാലും, ഒരു ഭരണഘടനാ പദവിയാണത്. ആ പദവിയിൽ വരുന്ന ആളിനെ ബഹുമാനിക്കലാണ് ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ മതേതരത്വം, ഇന്ത്യയുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ആരാണവിടെ വന്നാലും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനേറ്റവും പ്രധാനമായി തൻ്റെ ഒരു മന്ത്രിയെങ്കിലും അവരെ സ്വീകരിക്കാൻ അയക്കാതിരുന്നപ്പോൾ ആ സംസ്ഥാനത്ത് ബംഗാളിൽ, അതുമാത്രമല്ല ഈ പോയ സമ്മേളനം എന്ന് പറയുന്നതും ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു സമ്മേളനത്തിലാണ് പോയത്. അപ്പോൾ ആദിവാസി വിഭാഗത്തിൻ്റെ സമ്മേളനത്തിന് ചെന്ന പ്രസിഡൻറ്റിനെ അധിക്ഷേപിച്ചപ്പോൾ ബംഗാളിലെ ആദിവാസികളെയും കൂടിയാണ് മമത അവഹേളിച്ചിരിക്കുന്നത്. അവിടുത്തെ ഉന്നത കുലജാതരുടെ ഒരു കോൺഫറൻസിലാണ് വന്നെങ്കിൽ തീർച്ചയായിട്ടും മമത ഏറ്റവും ഫ്രണ്ടിൽ കണ്ടേനെ. ഇത് മമത പോയില്ല എന്നുള്ളതല്ല, ആരെയും അയച്ചില്ല എന്ന് മാത്രമല്ല, ആ ദളിത് സമ്മേളനത്തെ കൂടി ഈ മഹതി അധിക്ഷേപിച്ചിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കാർക്കും ഒരു പരാതിയുമില്ല. കാരണം ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റാണെങ്കിലും അവരൊരു സംഘിയാണ്, അല്ലെങ്കിൽ ഒരു സംഘി വെച്ച ആളാണ് എന്നുള്ള കാര്യം കൊണ്ട് രാഷ്ട്രപതിയെപ്പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെപ്പോലും ഒരറയിൽ നിർത്തി ചിന്തിക്കുന്ന പുതിയ ജനാധിപത്യമേ നിൻ്റെ ഭാവി ഇനി എത്ര കാലം?